പരാതിക്കാരൻ മാമുക്കോയ ചേരുന്നുണ്ട്. ശ്രീ മാമുക്കോയ, ഇതെപ്പോൾ നടന്ന സംഭവമാണ്? അതെന്തായിരുന്നു സംഭവിച്ചത്? താങ്കളുടെ പരാതിയിൽ ഒരു നടപടി ഉണ്ടായില്ല അല്ലെ? ഇല്ല, പരാതിയിൽ ഒരു നടപടി ഉണ്ടായത് 2023 ഡിസംബർ 23 തീയതി രാവിലെ 8:30 മണി ആ സമയത്താണ് സംഭവം. കോഴിക്കോട് ജില്ലയിൽ കുറ്റിക്കാട്ടൂര് സ്ഥലം. കുറ്റിക്കാട്ടൂരിലൊരു ക്യാമ്പസിന്റെ പിന്നിൽ വെച്ചിട്ട് എന്നെ ആക്രമിച്ച് അടിച്ചത് പോലീസ്. അത് ഞാൻ ആ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പോയിട്ടില്ല, ഒരു വിഷയത്തിൽ ഇടപെടാതെ തന്നെ പേര് ചോദിച്ച് അന്വേഷിച്ച് വന്നിട്ടാണ് ഇന്ന ക്യാമ്പസിന്റെ അപ്പുറത്തുനിന്ന് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് എന്നെ പിടിച്ചല്ല വിളിച്ച് ചോദിച്ചിന്റെ പേര് അതേ മാമുക്ക് എന്നാ വരുമായിരുന്നു, എന്തേ ചോദിച്ചു. അല്ല, സ്റ്റേഷനിൽ പോകണം. ഞാൻ പറഞ്ഞു എന്തിനാ സ്റ്റേഷന്റെ പേരിൽ സമൻസോ കാര്യം എന്തെങ്കിലും ഉണ്ടോ വെച്ച്. അപ്പൊ അവര് പറഞ്ഞു സമൻസും കാര്യവും വേണോ, എന്റെ പേര് മാമുക്കായിരുന്നു. ഞാൻ നിന്റെ പേര് മാമുക്കായിട്ട് കാര്യമില്ല, ഞാനൊരു പൊതുപ്രവർത്തനം, എനിക്ക് അതിനെ അറിയാണെന്നുകൊണ്ട് ചോദിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവര് എന്നെ ACP ആദ്യം അടിച്ച് സുദർശനാണ് അടിച്ച് അസിസ്റ്റന്റ് കമ്മീഷണർ വന്നിട്ട് മെഡിക്കൽ കോളേജ്. പിന്നെ CI ബെന്നി അടിച്ച്, അതിന്റെ ഒപ്പം തന്നെ സുധീഷ് പറഞ്ഞ PRO ഉണ്ട്, മെഡിക്കൽ കോളേജിൽ ഇല്ലാന്ന് തോന്നുന്നത്. അദ്ദേഹം പിടിച്ച് അവരടിച്ച്. അത് കഴിഞ്ഞാൽ അവർ പിടിച്ചിട്ടാണ് അടിച്ചത്. അന്നൊരു 5-8 ചട്ടിത്തൊപ്പി ഉള്ള പോലീസുകാരും ഉണ്ട്. അപ്പൊ ഞാൻ പരാതിപ്പെട്ടു. അന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിൽ പരാതി കൊടുത്ത് സ്വീകരിച്ചില്ല. പിന്നെ അതോടൊപ്പം പിന്നെ ഇവിടെ കമ്മീഷണർ മാനേജറാ, അവിടെ നിന്ന് എന്റെ അടുത്ത് മൊഴിയൊക്കെ എടുത്തു, സാക്ഷിന്റെ മൊഴിയൊക്കെ ഞാൻ രേഖപ്പെടുത്തി. പക്ഷെ പിന്നീട് തുടർ നടപടികൾ അവർ സ്വീകരിച്ചില്ല. ഞാൻ പിന്നെ അതിന് സാമ്പത്തിക ഇതൊക്കെ വേണമല്ലോ, കോടതിയിലൊക്കെ പോയിട്ട് കുറേ ഒരു പൊതുപ്രവർത്തകനെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഒരു ഇത്രയും സമയമായിട്ട് ആ രംഗവും എനിക്കിത് ഓർമ്മ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിനൊന്ന് തറച്ചൊരു സംഭവമാണല്ലോ. ഞാനിപ്പോൾ എന്നിട്ട് പറയാം, ഒരിക്കലും ഞാൻ ബെന്നിനെ വയലിൽ വെച്ച് കണ്ടുമുട്ടീനി. അപ്പൊ വന്ന് ബെന്നി മുഖം തരാതെ ഒഴിഞ്ഞു മാറിപ്പോയതാ. അതില് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി കൊടുത്തിട്ട് അവര് കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ? കോടതിയെ സമീപിക്കാൻ അന്ന് PRO സുധീഷാണ് അവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ എനിക്കറിയാം, പിന്നെ പോയിക്കോന്നു സ്റ്റേഷൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കേസൊക്കെ വന്നപ്പോഴാണ് താങ്കൾക്ക് പുറത്ത് പറയാൻ, നമ്മൾ പുറത്ത് പറയണല്ലോ. പിന്നെ പോലീസ് കേസായതുകൊണ്ട് പോലീസിന്റെ കൂടെ അവർ ഈ കാക്കക്കൂട്ടിലെ ഒരു കുയില് കുടുങ്ങിയ സ്വഭാവമാണല്ലോ അവർക്ക്. നമ്മൾ അത് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അന്ന് ഞാൻ എന്റെ പാർട്ടിയൊക്കെ ഒന്ന് ഇടപെട്ടു. ഞാനൊരു പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഉണ്ടായിരുന്ന ലീഗ് മണ്ഡലം ലീഗിന്റെ പ്രസിഡന്റ് മൂസമോലൊക്കെ ആ വിഷയത്തിൽ ഇടപെട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തീരുമാനമായില്ല. ഒരു തീരുമാനം ഇനി താങ്കൾ എങ്ങനെയാണ് ഇനി വീണ്ടും പരാതി നൽകാൻ പോവുകയാണോ? ഇനി അവരാണല്ലോ നമ്മളോട് അന്വേഷിക്കണം. നമ്മൾ പരാതി കൊടുത്ത് നിലവിലുണ്ടല്ലോ, നിലവിൽ പരാതി കൊടുത്ത് അവിടെ ഉണ്ടല്ലോ, അവരാണല്ലോ അത് ചെയ്യേണ്ടത്. അവര് ചെയ്യുന്ന എനിക്ക് പ്രതീക്ഷ ഇല്ല. എന്നാലും നമ്മൾ ജനങ്ങളോട് ഇത് പറയണല്ലോ. ഇവിടുത്തെ പോലീസിന്റെ ഇത് മുഖ്യമന്ത്രിക്കും വലുതും ഇവിടെ പ്രാദേശികമൊക്കെ അറിയുന്ന ഒരു വിഷയമാണല്ലോ. ഇനി അതിലൊരു ഇപ്പോഴത്തെ ഒരു വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാരും വലിയ സമ്മർദ്ദത്തിലാണ്. പല സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കണ്ടാലറിയാം. ഇതിന്റെ ഒരു 10 തരത്തിൽ അവിടെ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട്. ഒരു പിടിച്ചു വെച്ച് കണ്ട് ആ ചട്ടിത്തൊപ്പിയുള്ള പോലീസും സുധീഷും ഒക്കെ ഊരെ പിടിച്ചു വെച്ചിട്ടാണ് അടിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം പിന്നെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അടിക്കുന്നതിന്റെ പുറമെ അവിടെ വെച്ചിട്ട് വളഞ്ഞിട്ടിട്ടാണ് ആക്രമിച്ചത്. ആ വിഷയം അവിടെ ഇല്ല. അന്ന് അവിടെ CCTV ഇല്ല, ആ ബാക്ക് ഭാഗമില്ല. ഇതില് വേറെ FIR ഒന്നും ഇട്ടിരുന്നില്ലല്ലോ അല്ലെ? ഇല്ല. ഞാൻ ഇവരല്ലേ FIR തന്നെ. നമ്മളിപ്പോ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് ചാർജ് ചെയ്ത റെസീറ്റ് പോലും റെസീറ്റ് വാങ്ങേണ്ടത് അന്ന് മെഡിക്കൽ കോളേജ് ഇത് സ്വീകരിച്ചില്ല. കൊടുത്തിട്ട് സ്വീകരിക്കണ്ടേ? അല്ല, ഞാൻ ചോദിച്ചത് ആ സംഭവമായിട്ട് അന്ന് താങ്കളെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. അത് എന്നെ ഉപദ്രവിച്ചിട്ട് ഒരു FIR കാര്യമൊന്നുമില്ല. പരാതി കൊടുത്തെന്നല്ലാതെ തുടർന്ന് അന്വേഷണം എന്നെ വിളിച്ചിരുന്നു. ഇവിടുന്ന് ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. മാനേജർ കമ്മീഷൻ ഓഫീസർ അവിടെ പോയി പരാതി കൊടുത്തതിന്റെ ശേഷം എന്നെ വിളിപ്പിച്ച് ഞാൻ പോയി മൊഴി കൊടുത്തെന്നല്ലാതെ വേറെ ഒന്നും നടന്നില്ല. ശരി, നന്ദി ശ്രീ മാമുക്കോയ പ്രതികരിച്ചതിന്, വിവരങ്ങൾ വ്യക്തമാക്കിയതിന്. മുഹമ്മദ് അസ്ലം വീണ്ടും ചേരുന്നുണ്ട്. അസ്ലം, ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് പല സ്റ്റേഷനുകളിലും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉയർന്നു വരാൻ പോലീസിനെതിരെ സാധ്യത കാണുന്നു അല്ലേ? ഇതൊക്കെ കാണുമ്പോൾ ഒരു സംഭവം സജീവമാകുമ്പോഴാണ് നേരത്തെ ഇതിൽ പരാതിയിൽ നടപടിയില്ലാത്ത ആൾക്കാർ വീണ്ടും പരാതിയുമായി രംഗത്ത് വരുന്നത്. സമാനമായ കേസാണ് മാമുക്കയുടെ ഭാഗത്തുണ്ടായത്. അതിൽ കേസ് പോലും വീഡിയോ ഹാജരാക്കിയിട്ട് പോലും കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുണ്ടായ കാര്യം സ്റ്റേഷനിലോ അല്ലെങ്കിൽ അയാളെ കസ്റ്റഡിയിലൊന്നും ചെയ്തിരുന്നില്ല. ആ സ്ഥലത്തൊരു പോലീസ് മറ്റുള്ള ആൾക്കാരെ കയറ്റുന്ന ഒരു നിയന്ത്രണം ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് ഒരാളെ മാറ്റുക മാത്രമാണ് ചെയ്തത് എന്നൊരു വിശദീകരണമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്.
ശരി, അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്.